അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ്. ഉമ്മമ്മയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറേ നാളായി വന്നിട്ട്. അപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതായി. ശരിക്കും ഒരു വ്ളോഗ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ട് വന്നതല്ല, യാദൃശികമായിട്ട് ചെയ്തതാണ്. ഇതെല്ലാം അമ്മായിയുടെ ക്രാഫ്റ്റാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി ഗാർഡൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു വ്ളോഗ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതും. യൂഫോർബിയയുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. യൂഫോർബിയയുടെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇതെല്ലാവർക്കും ഇപ്പോൾ ഫെമിലിയർ ആയിട്ട് അറിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. നല്ല കോസ്റ്റ്ലി പ്ലാന്റ് ആണ്. ഇവയെല്ലാം തന്നെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ആണ്. ഇവക്ക് സൂര്യപ്രകാശം എത്ര താല്പര്യമില്ല. അഥവാ നല്ല വെയിലേറ്റാൽ ഇതാകെ കരിഞ്ഞു പോകും. കലേഡിയം പ്ലാന്റ്സിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. ആന്തോറിയം, പിന്നെ അതുപോലെ ഫേൺസ് കളക്ഷൻസ്, പിന്നെ നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ്, അതുപോലെ തന്നെ ബിഗോണിയ പ്ലാന്റ് എന്ന് വേണ്ട ഒട്ടനവധി പ്ലാന്റ്സുകൾ ഇവിടെ ഉണ്ട്. നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് പ്ലാന്റ്സിൻ്റെ. ഇത് ബിഗോണിയയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഡിസ്ക്രൈബ് ചെയ്ത് വരാൻ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്. ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് വരുമ്പോഴേക്കും വീഡിയോ ഒത്തിരി ലെങ്തായി പോവുകയും ചെയ്യും. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള അറിവുകളാണ്, അത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കാനൊന്നും മറക്കരുത്. എങ്കിലേ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. ഇത് ഹാങ്ങിങ് പ്ലാന്റ് കളക്ഷൻ ആണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് കളക്ഷൻസ് ഉണ്ട്. മണി പ്ലാന്റിലെ പല വെറൈറ്റികളും ഇവിടെ ഉണ്ട്. പോത്തോസ് വിഭാഗത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ഗ്രീൻ ലെമൺ ഗ്രാസ് പോലെ മണി പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ ലീഫിൻ്റെ കളറ് നല്ല അട്രാക്റ്റീവാണ്. ഒരു ലൈറ്റ് ഗ്രീനായിട്ട് നല്ല ലെങ്തി ആയിട്ട് കിടക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. ഗാർഡനിൽ ഒരു പ്രത്യേക ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവാണ്. പ്ലാന്റിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ആൾ കുറച്ച് വയസ്സനാണ്. ഏതാണ്ട് 10 വർഷത്തോളമൊക്കെ പഴക്കമുണ്ടെങ്കിലും ഇതിന് ഇത്ര ഗ്രോത്തേ ഉള്ളൂ. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടാവും, വളരെ നല്ല ഡിസൈനിങ് ആണ്. പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ദിവസവും ക്രിയേറ്റ് ചെയ്യുന്നത്. എനി ടൈം എവറി ടൈം രാവിലെയൊക്കെ ഉണർന്ന് നോക്കുമ്പോഴൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവും. അതായത് അതൊരു നമുക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആവാനും ഒരു പ്രത്യേക ഒരു ഉന്മേഷമാണ്. രാവിലെ ഉണർന്നോ
നമ്മളെപ്പോഴും ഒരു പൂവ് വന്നോ ഒരു ഇല വന്നോ എന്നൊക്കെ നോക്കുന്നത് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. ഇത് ഓർക്കിഡ് ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓർക്കിഡ് ഫ്ലവർ. ഇത് കുറേ കാലം ഈ പൂവ് അതുപോലെ തന്നെ നിൽക്കും. ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ് കേട്ടോ. വെയിൽ കൂടിയാൽ ആൾക്ക് പ്രശ്നമാണ്, ആൾ പിന്നെ കരിയാൻ തുടങ്ങും. അപ്പം ഇതൊക്കെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ പല കളർ വെറൈറ്റി കളറിൻ്റെ കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. പിന്നെ ഇത് CC പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരു ഇൻഡോറായിട്ടൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. വലിയ കെയറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ റബ്ബർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടും. ബ്ലാക്ക് നൈറ്റ് എന്നും പേരുണ്ട് ഇതിന്. അപ്പോൾ നല്ലൊരു പ്ലാന്റാണിത്. നല്ല കട്ടിയുള്ള ലീഫൊക്കെ ആയിട്ടുള്ള പ്ലാന്റാണ്. ഇൻഡോറിനൊക്കെ വ്യത്യസ്തമായ ലുക്ക് ഇത് തരും. പുതിന ഇലയോട് സാദൃശ്യമുള്ളൊരു പ്ലാന്റാണിത്. ഇതിന് ക്രീപ്പിംഗ് ചാർലി എന്നാണ് ഇതിൻ്റെ പേര്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ നെയിം എന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരണം. നല്ലൊരു ഭംഗിയുണ്ട് ഹാങ് ചെയ്തിട്ടിട്ട് കാണാനായിട്ട്. നല്ല കട്ടിയുള്ള ലീവ്സൊക്കെയാണ്. ഇതൊക്കെ പിന്നെ നമ്മുടെ റോഹിയോ പ്ലാന്റ് ആണ്. ഞാൻ മുമ്പ് എൻ്റെ വീട്ടിലെ വെറൈറ്റി ചെടികൾ എന്ന് പറഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പം അതിൽ പറഞ്ഞ പ്ലാന്റ്സുകളുണ്ട് അതിലൊക്കെ കാണുന്ന പ്ലാന്റ്സുകളാണ്. അതായത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന ശവന്നാറിപ്പൂവ്, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ്സുകളും അതുപോലെ തന്നെ റെയറായിട്ട് കാണുന്ന പല പ്ലാന്റ്സുകളും എല്ലാം ഇവിടെ ഉണ്ട്. ആന്തോറിയം പ്ലാന്റിൻ്റെ പല കളറിലുള്ള വെറൈറ്റികളും ഉണ്ട് കേട്ടോ ഇവിടെ. ലക്കി ബാംബു പ്ലാന്റ്സ് ആണ് ഇതൊക്കെ കേട്ടോ. ഇത് നല്ലൊരു ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. വലിയ കെയറിങ് ഒന്നും വേണ്ട. ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ്. പിന്നെ യൂജിനിയ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലെ നല്ല ലൈറ്റ് വേണം കേട്ടോ. ഇതൊക്കെ വെയിലത്ത് വെക്കുന്ന പ്ലാന്റ് ആണ്. എന്താ പറയുക, പേരറിയുന്ന പ്ലാന്റ്സിനേക്കാൾ കൂടുതൽ പേരറിയാത്ത പ്ലാന്റ്സുകളാണ്. ഒരു ഐഡിയ ഇല്ല, നോ രക്ഷ. ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ. ഗ്രാസ് വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഈ കാണുന്നതൊക്കെ. നല്ല ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം. അരേലിയ പ്ലാന്റും ഉണ്ട് കേട്ടോ, നമ്മുടെ ഫേവറേറ്റ് ആണ്. പിന്നെ അല്ലറ ചില്ലറ റോസ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഹൈവാ, ഒരു റോസ് ഇതാ വിരിഞ്ഞു നിൽക്കുന്നു. പിന്നെ ഡേവിസ് ബാക്ക് ബോൺ ഉണ്ട്. ഇതും അരേലിയ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് കേട്ടോ. ശരിക്കും ഈ ഇലച്ചെടികൾ ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ. ഗാർഡൻ കളർഫുൾ ആക്കാൻ ഇങ്ങനത്തെ ചെടികൾ തന്നെ ധാരാളമാണ്.
പ്ലാന്റാണത്. ചെറിയ തെച്ചിപ്പൂവിൻ്റെ പ്ലാന്റാണ്. ഇതിൻ്റെ വലിയൊരു ശേഖരം തന്നെ ഉണ്ട് കേട്ടോ. പേടിക്കണ്ട കേട്ടോ, കൊറോണ വൈറസ് അല്ല, ഇത് കാക്ടസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മുൾച്ചെടിയാണ്. ഇതെല്ലാം കാക്ടസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതിന് വലിയ കെയർ ഒന്നും വേണ്ട. ഇത് മരുഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് പ്ലാന്റുകളാണ്. വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ബുഷ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സ് ഒക്കെ കാണാൻ. ഒരു ഗാർഡനിങ് വ്ലോഗ് എന്നതിലുപരിയായിട്ട് ഗാർഡനിങ്ങിൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള പല വീഡിയോസുമായിട്ട് റെയിൻബോ വ്ലോഗ് വീണ്ടും വരും. അപ്പോൾ കാണാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്.